ചെയ്യരുത്. അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ രണ്ടാളായാലും രണ്ടാൾ ചെയ്തത് ശരിയല്ല. ഇവൻ ചെയ്തത് ശരിയല്ല, നീ ചെയ്തത് ശരിയല്ല. ഈ വിഷയത്തിൽ നിങ്ങൾ അനീഷിന്റെ കൂടാണോ ആദിലയുടെ കൂടാണോ? സ്കിപ്പ് ചെയ്യാതെ മൊത്തം ഇരുന്ന് കാണുക. ആ വീഡിയോ ക്ലിപ്പ് ഫുള്ള് ഞാൻ വെച്ചിട്ടുണ്ട്. നൂറ എന്റെ പൊന്നു, നമ്മുടെ ആദ്യം അങ്ങ് വെറുപ്പിച്ച് കൊല്ലുവാണല്ലോ. ഓക്കെ, അതിന്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് വെച്ച് തരാം. പക്ഷെ വലുതായിട്ട് വെച്ച് നമുക്ക് പണി കിട്ടുന്നതുകൊണ്ടാണ് ചെറുതായിട്ട് വെക്കുന്നത്. ഇന്നത്തെ ലൈവിൽ എന്തൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു, ഇങ്ങനെ വെറുപ്പിക്കുന്ന ഒരു പെണ്ണ്. പിന്നെ അനുമോൾ ഫാൻസുകാരോട് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. നിങ്ങളെ നാശത്തിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ കൊച്ച് ഈ രണ്ടെണ്ണത്തിന്റെ കൂടെ ആണെങ്കിൽ നാശത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ഇടയ്ക്ക് കയറി എന്ന് സംസാരിക്കുന്ന അനീഷിനെ കളിയാക്കുന്ന ഇച്ചിരി കുത്തലും കാര്യങ്ങളൊക്കെ അനുമോക്കും തുടങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു ദോഷത്തിൽ ചെന്ന് എത്തിക്കത്തുള്ളൂ. അത് വേറെ കാര്യങ്ങൾ. സപ്പോർട്ട് കിട്ടൂല, ഉറപ്പായിട്ടും സപ്പോർട്ട് കിട്ടത്തില്ല. അപ്പൊ പ്രശ്നത്തിന്റെ തുടക്കം എന്താന്ന് വെച്ചാൽ, അനീഷ് വന്ന് ആദില, നൂറ, അനുമോള് കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്നിട്ട് പറയുന്നു പാത്രം കഴുകാനാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന്റെ പാത്രം കാര്യങ്ങളൊക്കെ കഴുകുകയൊക്കെ ചെയ്യും. കഴുകിയില്ലെങ്കിൽ അവിടെ ഈച്ചയും കാര്യങ്ങളൊക്കെ വരും. അത് വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് എത്തും. അപ്പൊ ഇത് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 12 മണിക്കാണ് ഇതിനെക്കുറിച്ച് സംസാരം കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പൊ ആദില, ഞാൻ ചെയ്തോളാം, ഇപ്പൊ പറ്റില്ല. അപ്പൊ അനീഷ് പറയുന്ന ടാസ്ക് വരുന്നുണ്ട്. അതിനു മുമ്പ് സമയമൊന്നുമില്ല. അതിന് മുമ്പ് എല്ലാം ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ള അനീഷും ഇതേ കടന്ന് പറ്റത്തില്ലെന്ന് ആദില. അപ്പം പിന്നെ അങ്ങോട്ട് സംസാരമായി. അപ്പോൾ അതിൽ പറഞ്ഞത്, ഞാൻ തന്നോട് പറഞ്ഞില്ലേ ഞാൻ കഴുകത്തില്ലെന്നൊന്നും ഞാൻ തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് തോന്നുമ്പോൾ ഞാൻ കഴുകും. അപ്പോൾ ജിഷൻ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പറയുന്നു അനീഷ്, ജിഷൻ എല്ലാം കഴുകിയിട്ടുണ്ട്, ഇനി ആദിലയാണ് കഴുകേണ്ടതെന്നും പറഞ്ഞ് ഈ അനീഷ് ഒരേ ഒരു നിപ്പ്. അനീഷിന്റെ സ്വഭാവം അറിയാലോ. ഈ പറയുന്ന ആര്യൻ ഈ ഇടയ്ക്ക് പാത്രം കഴുകില്ലെന്ന് പറഞ്ഞ് നീ കഴുകുമെന്ന് പറഞ്ഞ പോലെ തന്നെ അതേ ഒരു നിപ്പ് തന്നെ ആദിലെടുത്ത് നിൽക്കുന്നത്. ഈ പെണ്ണിനാണെങ്കിൽ ഒടുക്കത്തെ വാശി. ഒടുക്കത്തെ എന്ന് വെച്ചാൽ അഹങ്കാരം എന്ന് പറയാം. പിന്നെ നൂറ എപ്പോഴും പറയുന്നുണ്ട് ഇച്ചിരി സമാധാനത്തോടെ നിൽക്കുന്നുള്ള രീതി നൂറ പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ കയറി അനുമോള് കളിയാക്കുന്ന രീതി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് അത്ര യോജിപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല. അനുമോൾക്ക് നെഗറ്റീവിലോട്ടാണ് പോകുന്നത്. എന്തായാലും ഞാൻ വീഡിയോ വെച്ച് തരാം. നിങ്ങളെ വീഡിയോ മൊത്തം വരുന്ന കാണും. നിന്റെ കുറ്റത്തോഴനായി മാറി. പക്ഷെ അങ്ങനെയില്ല, പാത്രം കഴുകാൻ എന്നെ പ്രലോഭിപ്പിച്ച അനീഷ്. അത്രയുള്ളൂ. വേഗം ഒന്ന് പാത്രം കഴുകി. ഒന്നും കഴുകൂല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് സമയമായി. ഞാനിപ്പോഴും കഴിച്ചിട്ടുള്ള അവിടെ വെച്ചിരിക്കുക. ജിഷിന്റെ പാത്രം ഓൾറെഡി കഴുകി. പക്ഷെ ഇത്ര നേരമായിട്ട് കഴുകിയില്ലല്ലോ. അത് കാരണം ഞാൻ വന്നു പാത്രം കഴുകിയേ പറ്റൂ. പാത്രം കഴുകാതിരിക്കാൻ സാധിക്കില്ല. ഓക്കെ, അനുഷിനെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടല്ലോ. ഇതല്ല വീഡിയോസ്, മെയിൻ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നേരത്തെ ഞാൻ വെച്ചൊരു വീഡിയോ ആണ്. ഞാൻ അതും വെച്ച് തരാം. വെയിറ്റ് ചെയ്യും നിങ്ങൾ പറയുമ്പോ തന്നെ കഴുകാൻ ഇവിടെ നിങ്ങൾ എന്റെ അച്ഛനോ എന്റെ മൂത്താപ്പയോ കൊച്ചാപ്പയോ വീട്ടിൽ ആരുമല്ല. പിന്നെ ഞാനിപ്പോ കുറച്ച് കൺസിഡർ എങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ള കൺസിഡറേഷൻ എനിക്ക് നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോ പിന്നെ എന്നോട് വന്നിട്ട് അവിടെ പാത്രം കഴുകണം, അതാണ് അപ്പൊ തന്നെ എണിച്ചു പോയി കഴുകും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചില ആൾക്കാരോട് തോന്നിയ സംഗതി നിങ്ങളോട് തോന്നിയിട്ടില്ല, നിങ്ങളുടെ സ്വഭാവം കാരണം. അപ്പൊ അതറിയാലോ. പിന്നെ എന്തിനാ വെറുതെ ചൊറിയാൻ വരുന്നേ? അപ്പൊ ഞാൻ ട്രിഗറായിട്ട് ഇവിടെ കിടന്ന് തുള്ളണം, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചു തുള്ളണം. അപ്പൊ ഇന്ന് നിങ്ങൾ പോണം, അതാണോ? എനിക്ക് താല്പര്യം. ഞാൻ പറഞ്ഞ ഗെയിം കളിക്കാനുണ്ട്, എന്റെ എനർജി വെറുതെ കളയാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ പോവോ, ഞാൻ കഴുകിക്കോളൂ. ഓ, കൊച്ചമ്മയ്ക്ക് ബിന്നി വന്ന് പറഞ്ഞാലേ കൊച്ചമ്മ കഴുകത്തുള്ളൂ. അനീഷിനോടൊപ്പം പേഴ്സണൽ എന്തൊക്കെയോ വൈരാഗ്യങ്ങളും കാര്യങ്ങളും ഉണ്ടോണ്ടായിരിക്കാം കൊച്ചമ്മ അനീഷ് പറയുന്ന അങ്ങോട്ട് കേൾക്കാത്തത്. എടേ, ഒരു കാര്യം ഞാൻ പറയാം, ക്യാപ്റ്റനാണ് അദ്ദേഹം പറയുന്നതിന്റെ കാര്യങ്ങൾ അത് ഗൗരവത്തോടെ എടുക്കാൻ പഠിക്കണം ആദ്യം. ചിലപ്പോൾ ഈ ഒരു അനീഷ് വന്നിട്ട് നാളെ പറയുന്നത് ഇന്ന പോലെ കാരണം കൊണ്ടാണ് ഞാൻ അതിലെ ഇത് നോമിനേറ്റ് ചെയ്താലോ, ചിലപ്പോൾ പണി കിട്ടിപ്പോയാലോ. നമ്മൾ പറയുന്ന പോലെ അല്ലേ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന പോലെ. നമ്മൾ എത്രയ്ക്കോ ആൾക്കാരുടെ അടുത്ത് അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരെയും കൂടെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തോ എന്തോ ആണെങ്കിലും ശരി, കണ്ണി പൊടി ഇട്ടാണെങ്കിലും ശരി, ഈ എവിഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ സ്കിപ്പ് ചെയ്യാനും രക്ഷപ്പെടാനും ഒക്കെ നോക്കുക ചെയ്യേണ്ടത്. അതിലെന്താ ചെയ്യുന്നത്? ലാലേട്ടൻ അന്ന് വന്നിട്ട് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഞങ്ങളൊക്കെ കൊമ്പത്തെ വലിയ ആൾക്കാരാന്ന് വിചാരിച്ചു. മോശം തന്നെ. ഇപ്പൊ ഓരോ ദിവസം ഈ പെണ്ണിന്റെ ഗ്രാഫ് താന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് മെയിൻ ആയിട്ടുള്ള വീഡിയോ ഞാൻ വെച്ച് തരാം. എനിക്കിപ്പോ ഇയാൾ ഇവിടെ നിന്നാലും എനിക്കിപ്പോ അതിൽ കൂടെ പോകണമെന്ന് എനിക്ക് തോന്നി, എനിക്ക് പോവാ. അതിനെനിക്ക് ഒരു കുഴപ്പമില്ല.
ദൈവം വേണ്ടി വെച്ചിട്ട് എന്റെ കാലൊക്കെ നല്ല കണ്ടീഷനിലിരിക്കണം, നടന്നു പോവാം, എണീച്ചു പോവാം, ഒരു കുഴപ്പമില്ല. അല്ലാതെ ഇങ്ങനെ വടി വിഴുങ്ങിവിട്ട് ഇങ്ങനെ നിൽക്കണ അതല്ല എന്റത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി അങ്ങോട്ട് പ്രശ്നവും കാര്യങ്ങളും ഒക്കെ. അപ്പം ഈ പറയുന്ന അനീഷ് ഒരു കാര്യം പറയും, ഞാൻ വേണമെങ്കിൽ കഴുകാം, ഞാൻ ഈ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി വെക്കാം, കഴുകണ്ടെന്നുള്ള രീതി അനീഷ് സംസാരിച്ചപ്പം ഇവക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങണം, എന്തുവാ കഴുകണം, പുള്ളിക്ക് കഴുകണമെന്നുള്ളൊരു വാശിയായി. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, എനിക്ക് കിച്ചൺ ടീമിനോടൊരു പ്രത്യേകത ഇതുണ്ടെന്നുള്ള രീതിയിൽ അനീഷ് സംസാരിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കടപ്പാടുള്ള രീതിയിൽ. അതൊന്നും പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനിയുള്ള വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഒക്കെ ലേസി ആയിട്ട് ഈ കട്ടിലൊന്നും ഇങ്ങനെ ഇരിക്കലാണ് അതിലയുടെ പണി. ചെയ്യാൻ തോന്നത്തില്ല, ഒരു ഫാക്ടറാണ്. നിങ്ങൾ അതെന്താ മനസ്സിലാക്കാത്ത? പൊന്ന് ലക്ഷ്മി, വാശി പിടിപ്പിക്കുകയാണെങ്കിൽ വാശി പിടിപ്പിക്കട്ടെ. ലക്ഷ്മിക്ക് ഇപ്പൊ എന്താ അല്ലേ, കാണുന്ന പ്രേക്ഷകരോടാണ് ഞാൻ പറയുന്നത്. ലക്ഷ്മിക്ക് ഇത് എന്തത്തിന്റെ കേടാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ലക്ഷ്മി ഇടയ്ക്കത് പറയുന്നുണ്ട് വാശി പിടിപ്പിക്കേണ്ട, അവർ ചെയ്യത്തില്ല എന്നുള്ള രീതിയില്ല, പക്ഷെ അത് ചെയ്യിപ്പിക്കണം. അതാണ് ഒരു മത്സരാർത്ഥിയുടെ ഒരു ഇത്. ഓക്കെ, കാണുന്നവർക്ക് ഒരു വെറുപ്പായിട്ട് ഫീൽ ചെയ്യാം, പക്ഷെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാലും ബാക്കി കൂടെ ഞാൻ വെക്കാം. കൊടുക്കാന്നുള്ള ഒരു ആ കമ്മിറ്റ്മെന്റ് ഇരിക്കാന്നുള്ളത് കിച്ചൺ ടീമായിട്ട് ഞാൻ കഴുകിക്കൊണ്ട് കണ്ടോ, ഞാൻ കഴിക്കോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരുടെ വിധം അങ്ങ് മാറാൻ തുടങ്ങി. ഇനി കാണിക്കുന്ന കോലാഹലങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ചെയ്യരുത്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് മൊത്തം കാര്യങ്ങളും കാണിക്കും. പണ്ടൊക്കെ ബീബിയുടെ എല്ലാ കാര്യങ്ങളും ഈ ലൈവില് കാണിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ എപ്പിസോഡിലും കാണിക്കും. ഇപ്പൊ അങ്ങനൊന്നുമില്ല, കാരണം എല്ലാവരും ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പിസോഡിന് അത്ര വലിയ റീച്ചും കാര്യങ്ങളൊന്നുമില്ല, വലിയ വ്യൂ ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പം കുറെ ഭാഗങ്ങൾ ഇവിടെ കട്ട് ചെയ്തിട്ട് അവളായിരിക്കും കാണിക്കുന്നത്. ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് കൊച്ചമ്മ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, എന്ത് കഴിയുന്നതിന്റെ അടുത്ത്. എന്നിട്ട് അവിടെ വന്നിട്ട് വേസ്റ്റ് വെള്ളമൊക്കെ ദേഹത്തോട്ട് വലിച്ചിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല ലൈവില്. എന്തായാലും ഞാൻ ബാക്കിയും കൂടെ വെക്കാം. ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? എനിക്ക് ആ പാത്രം വേണം അരിയിടാൻ, അത് ഉണ്ടെങ്കിലേ അരിയിടാൻ പറ്റത്തുള്ളൂ. അമ്മയ്ക്ക് പേറ്റ് നോവ്. അപ്പോഴാ ലക്ഷ്മിയുടെ IPL. ലക്ഷ്മി എൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് പറയും എനിക്ക് പാത്രം വേണം. അതെങ്ങനെ സ്ക്രീൻ സ്പേസ് എവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ അവിടെ എല്ലാം ചേച്ചി നല്ല രീതിയിൽ കയറി ചെല്ലുന്നുണ്ട്. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. പാത്രം കഴിയിട്ടില്ല. അനീഷടി അവിടെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കണം. ആ ക്യാമറയിലേക്ക് വെള്ളം നിൽക്കല്ലേ, വെള്ളം നിറപ്പിക്കല്ല, ക്യാമറയിലേക്ക് വെള്ളം നിറപ്പിക്കല്ലേ. കാണിക്കുന്നതിലേക്ക് തിരിച്ചിടുന്നത് വെറുതെ വെറുപ്പിച്ചാല് അപ്പൊ ഇന്നലെ അവരാണ് ഇതിനകത്തോട്ട് അവിടെ മൈക്കുണ്ട്. മൈക്കിലോട്ട് വിളിക്കണം. അത് മാറിക്ക്. എന്നിട്ട് എന്താ ഇപ്പൊ അയാൾ വന്നാൽ നീ കഴിയാത്തോടെ അയാൾ വന്നത് കഴുകേണ്ട ഒരു സമയമുണ്ട്. ഇതിപ്പോ 12 മണി 1 മണി ആവാൻ നേരത്താണ് രാവിലത്തെ കഴുകാൻ വിളിക്കുന്നത്. അതൊന്ന് കറക്റ്റായിട്ടൊന്ന് കഴുകി കൊടുത്താൽ എന്താ? ഇപ്പം ഇവിടെ വന്നിട്ട് പറയുന്നത് അനീഷ് വിളിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ തന്നെ നിന്നത്. കാരണം ഇത് കഴുകാതെ ഇനി അടുത്ത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കറക്റ്റ് ഡ്യൂട്ടി അയാൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ വന്നിട്ട് ഇപ്പൊ ഷാനവാസിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആദ്യം നല്ല രീതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കാൻ അവർക്ക് നല്ല രീതി അറിയാം. ഷാനവാസ് നല്ല രീതി പറയുന്നുണ്ട്. ഷാനവാസ് മാത്രമല്ല, നൂറയും വന്നിട്ട് പറയുന്നുണ്ട് രണ്ടുപേരും ഭയങ്കര ഓവറാന്നുള്ള രീതി സംസാരിക്കുന്നുണ്ട്. നൂറയും നിങ്ങൾ രണ്ടാളായാലും രണ്ടാൾ ചെയ്തു ശരിയല്ല. ഇവൻ ചെയ്തു ശരിയല്ല, നീ ചെയ്തു ശരിയല്ല. കുറച്ച് കൂടുതലാണ്. ഒരു പരിധി എടുത്തപ്പോ ഓക്കെ. കാണുന്നവർക്കറിയാം ഭയങ്കര ഓവറായിപ്പോയി. ഭയങ്കര ഓവറാന്ന് വെച്ചാൽ ഭയങ്കര ഓവർ. ഈ പറയുന്ന ആദിലെ വെറുപ്പിച്ച് കൈ കൊടുത്തു. ഷാനവാസ് കറക്റ്റായിട്ട് തന്നെ കൊടുത്തു. അപ്പോൾ പറയുന്ന കൂട്ടുകാർ, നിങ്ങൾ കൂട്ടുകാരാണല്ലോ, ആ ഒരു രീതിയിലെ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നൂറയും പറഞ്ഞു ഇത് ഭയങ്കര ഓവറാന്നുള്ള രീതിയിൽ. പക്ഷേ ഇതെല്ലാവരും മറക്കും. നമ്മുടെ ആൾക്കാർ ഇതെല്ലാം, ജനങ്ങൾ ഇതൊക്കെ മറന്ന് അടുത്ത ആഴ്ച നല്ല എന്തെങ്കിലും കാണുമ്പോൾ ഇവൾമാരെയൊക്കെ തൂക്കിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന കുറേ മണ്ടന്മാരായ കുറേ ഫാൻസുകാരുണ്ട്. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. മലയാളി പ്രേക്ഷകരെ പറ്റിക്കാൻ എളുപ്പമാണ്, ഉള്ളത് പറയാലോ, പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും.
ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആരുടെ കൂടാണ്? നൂറയുടെ കൂടാണോ, ആദിലയുടെ കൂടാണോ, അനീഷിന്റെ കൂടാണോ? എന്താണ് നിങ്ങളുടെ തീരുമാനം? ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള രീതിയിലാണ്. ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ, കുറേ എന്നിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ പണി കിട്ടും. അത് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ. കറക്റ്റ് സമയത്തിന് പാത്രവും കാര്യങ്ങളൊക്കെ കഴിയാൻ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത് എന്തിനാ ഇങ്ങനെ വാശി വെച്ചുകൊണ്ടിരിക്കുന്നത്? കഷ്ടം തന്നെ.